ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. അതായത് നമ്മുടെ റാൻഡായിട്ട് നമ്മളൊരു 10-15 ഐറ്റംസ് നമ്മൾ എടുത്തിട്ടുണ്ട്, ഗ്രോസറി ഐറ്റംസ്. സോ അപ്പൊ നമ്മള് ബാംഗ്ലൂര് മോസ്റ്റ് എല്ലാ ആൾക്കാരും പോകുന്ന 2 ഷോപ്പാണ് മെട്രോ ആൻഡ് ഡിമാർട്ട്. സോ നമ്മൾ ഇവിടെ പോയിട്ട് ഈ കുറച്ച് ഐറ്റംസിന്റെ പ്രൈസ് കമ്പാരിസൺ ചെയ്യാണ്. അതുപോലെ തന്നെ ഓൺലൈൻ ആയിട്ടുള്ള 2 ഷോപ്സ്, അതായത് ബിഗ് ബാസ്ക്കറ്റും പിന്നെ ബ്ലിങ്കിറ്റും. അപ്പൊ ഈ 4 ഷോപ്പുകളിലത്തെ ഐറ്റംസ്, ഈ റാൻഡായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത കുറച്ച് ഐറ്റംസിന്റെ പ്രൈസിന്റെ കമ്പാരിസൺ. ഈ 4 സൈറ്റിന് ഏത് ബെസ്റ്റ് സൈറ്റ്, അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി സൈറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ഇന്നത്തെ ഞങ്ങളുടെ ടാസ്ക്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. യെസ്, 300 250 നമ്പർ വ്യത്യാസം. ഞാൻ എടുത്തത് 500 275 267 അതാണ്. grams ക്ലാസിക് യെല്ലോ സാൻഡഡ് 50 rupees, ഓൺലൈൻ 45 56, ഒരു പാക്കറ്റിന് 53, 3 പാക്കറ്റ്സ് ആണെങ്കിൽ 49. ആശീർവാദ് 28 ആണ് MRP, പക്ഷെ 22 ആണ്. ക്രിസ്റ്റൽ അമുൽ പിസ്സ എത്ര ഉള്ളത്? അവിടെ ഇരിക്കണപ്പോ വിചാരിച്ചു പിന്നെ എത്ര വേണ്ടത്? ഇതിപ്പോ 130 രൂപ. അമുൽ 4 ചീസ് പിസ്സ 130 രൂപ, 114 രൂപ, 15 രൂപ 60 പൈസ ലാഭം. അതെ, നാട്ടില് ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനം ഇവിടെ കാശ് കൊടുത്ത് മേടിക്കുക. ഇവിടെ എപ്പോഴും ഷാമ്പൂ കോസ്മെറ്റിക്സിൽ കുറെ സാധനം നമ്മളിത് യൂസ് ചെയ്യണം. പ്ലമ്മിന്റെ ഇതും യൂസ് ചെയ്യും, ഫേസ് വാഷ് നല്ല ഫേസ് വാഷ്. MRP 300 284 സിലിണ്ടർ 15.2 500 gram 10 കിലോയ്ക്ക് 592, ഒരെണ്ണത്തിന് 490, 3 എടുക്കുകയാണെങ്കിൽ 400, 370. മീറ്റ്സ് ചിക്കൻ നഗറ്റ്സ് MRP 370, മീറ്റ്സ 277. 500 gram കാവൻഡേഴ്സിന്റെ ബ്രേക്ക്ഫാസ്റ്റ് സോസേജ് എത്ര? 500 ഗ്രാമിന് 300, ബ്രേക്ക്ഫാസ്റ്റ് 300, അതിന് 90 റുപ്പീസിലാവും. ഓക്കെ, നമുക്കപ്പോൾ 4 ഷോപ്പിൻ്റെ കമ്പാരിസൺ വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്തത്. അതിൽ നമുക്ക് ഫസ്റ്റിനെ ഓൺലൈൻ ഷോപ്സ് ആയിട്ടുള്ള ബിഗ് ബാസ്ക്കറ്റും ബ്ലിങ്കിറ്റിനെ കുറിച്ചിട്ട് സംസാരിക്കാം. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. ഡോർ ടു ഡോർ ആണ് അവരുടെ സർവീസ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഓർഡർ ചെയ്യാം. നമ്മുടെ ടൈം വേസ്റ്റ് ആവില്ല, നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ്റെ ആവശ്യമില്ല. ഡെലിവറി ചാർജ് അതാണ് അടുത്തൊരു നെഗറ്റീവ് ആയിട്ട് വരുന്നത്. പിന്നെ പറഞ്ഞ പോലെ എല്ലാ ഐറ്റംസും അവൈലബിൾ ആണ്. നമുക്ക് ഒരു ദിവസം മാക്സിമം ഒരു ദിവസം 2 ദിവസം വെയിറ്റ് ചെയ്തിരുന്ന എല്ലാ ഐറ്റംസും നമുക്ക് വീട്ടിലെത്തും. അതാണ് ഈ 2 ഓൺലൈൻ ഷോപ്സിന്റെ പ്രത്യേകതകൾ. ഇനി നമുക്ക് നേരെ ഡിമാർട്ടിൽ പോവാം. ഡിമാർട്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഷോപ്സിന്റെ നമ്പേഴ്സ് കൂടുതലാണെന്ന് തോന്നുന്നു. ഒരുപാട് ഡിമാർട്ടിന്റെ ഷോപ്പ് ഉണ്ട്. അതാണ് ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ എനിക്ക് തോന്നിയത് എല്ലാ ഐറ്റംസും അവൈലബിൾ അല്ല. ഈ പറഞ്ഞ പോലെ ഫ്രോസൺ ഐറ്റംസ്, നോൺ വെജിന്റെ ഫ്രോസൺ ഐറ്റംസ്, ഫിഷ്, മീറ്റ് ഉണ്ടായിരുന്നില്ല. ഫിഷ്, മീറ്റ്, പിന്നെ വെജിറ്റബിൾസിന്റെ കുറെ വെറൈറ്റി, അങ്ങനത്തെ ഇതുകളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഭയങ്കര റഷാണ്. നമ്മൾ 2 ഡിമാർട്ടിൽ പോയപ്പോഴും ഭയങ്കര റഷായിരുന്നു.
പാർക്കിംഗ് ഇല്ല. അത് ഡിമാർട്ടില് ഭയങ്കര കൺജസ്റ്റഡും തിക്കും തിരക്കും ആൾക്കാർ ഇപ്പൊ ഭയങ്കര ഓഫറുകളൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ തിക്കും തിരക്കും എല്ലാ ടൈപ്പ് ആൾക്കാർ അതിനുള്ളിൽ കയറുന്നു. ഭയങ്കര കൺജസ്റ്റഡ് ഐ മീൻ നമുക്കൊരു ഫ്രീ ആയിട്ട് സമാധാനത്തോടെ പക്ഷെ നല്ല ഡിമാർട്ട് നമ്മൾ ഏതോ ഒരു സ്ഥലത്ത് പോയി ആയിരുന്നു. എന്നാലും ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഭയങ്കര റഷാണ്. അതാണ് അവിടുത്തെ മെയിൻ ഒരു പ്രശ്നം. നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് പോണവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഡിമാർട്ടിൽ പോകുമ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ പിന്നെ ടൈം നമ്മൾ ആ സമയത്ത് വേസ്റ്റ് ചെയ്യണം. അത് ഈ ഓഫ്ലൈൻ ഷോപ്സിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. നെക്സ്റ്റ് നമുക്കിനി മെട്രോയിലേക്ക് കിടക്കാം. മെട്രോയിലേക്ക് കിടക്കുമ്പോൾ അവിടുത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം നമുക്ക് കാർഡ് വെച്ചിട്ടാണ്, നമ്മുടെ കയ്യിലുള്ള ഒരു കാർഡ് യൂസ് ചെയ്തിട്ടാണ് അവിടെ നമുക്ക് എൻട്രി അവർ അലോ ചെയ്യുള്ളൂ. ആ കാർഡ് ഒരു ബിസിനസ് യൂസേഴ്സിന്റെ കാർഡ് കിട്ടുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു ആ കാർഡ് നമുക്ക് ഷെയറബിൾ ആണെന്ന്. ഇപ്പൊ ഫ്രണ്ട്സിന് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് കാർഡ് കൊടുത്തിട്ട് ഒരു കാർഡിൽ 2 പേരാണ് അലോ ചെയ്യുള്ളൂ. അവര് 2-3 ആൾക്കാർ കൂടുതലുണ്ട്. പക്ഷെ കാർഡിൽ പറഞ്ഞിരിക്കുന്നത് 2 പേർക്ക് എൻട്രി ആണ്. പിന്നെ ഡിമാർട്ടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സാറ്റർഡേ സൺഡേ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും അത്ര റഷ് ഒന്നും കണ്ടിട്ടില്ല. പിന്നെ ഷോപ്പ് കുറച്ച് വലുതാണ്. അപ്പൊ നമുക്ക് അത്ര കൺജസ്റ്റനും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഫ്രീ ആയിട്ട് നമുക്ക് ഷോപ്പ് ചെയ്യാം. സമാധാനത്തോടെ പതുക്കെ ഐറ്റംസ് എടുത്താലും എടുത്ത് നടക്കാം. പിന്നെ എല്ലാ ഐറ്റംസും ഉണ്ട്. ഫ്രോസൺ ആയാലും ഫിഷ്, മീറ്റ്, അങ്ങനത്തെ എല്ലാ ഐറ്റംസും ക്ലോത്ത്സും എല്ലാം ഉണ്ട് അവിടെ. വെജിറ്റബിൾസിന്റെ കുറെ വെറൈറ്റി, ഫ്രൂട്ട്സിന്റെ വെറൈറ്റി, അങ്ങനെ എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഷോപ്സിന്റെ എണ്ണം കുറവാണ്. പക്ഷെ അവർ അത് പ്ലാൻ ചെയ്തേക്കുന്നത്, അതായത് ഷോപ്സ് വെച്ചേക്കുന്നത് ബാംഗ്ലൂർ എല്ലാ കോർണറിലും എല്ലാ സൈഡിലും ഉണ്ട്. അതായത് നോർത്ത് സൗത്ത് ഈസ്റ്റിലും, നോർത്തിലില്ല, ഈസ്റ്റും വെസ്റ്റും സൗത്തിലും ഇങ്ങനെ ഷോപ്സ് ഉണ്ട്. ഒരു 4 ഷോപ്സ് ആണ് ബാംഗ്ലൂർ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് മെട്രോനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മളിവിടെ കമ്പാരിസൺ വീഡിയോയിൽ ചെയ്തപ്പോൾ എടുത്ത പ്രൊഡക്ട്സിന്റെ റേറ്റുകൾ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ലാഭം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയത് മെട്രോത്തെ പ്രൊഡക്ട്സ് ആയിരുന്നു. മെട്രോ ഒബിയസ്ലി ഹോൾസെയിൽ കടയാണ്. അപ്പൊ അതിന്റെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. പ്ലസ് നമുക്ക് മൾട്ടിപ്പിൾ സാധനങ്ങൾ ഇപ്പൊ 1-2 പോട്ടെ 3 ഐറ്റംസ് ഒരു സാധനം എടുക്കുകയാണെങ്കിൽ അതുമായിട്ട് നല്ല പ്രൈസ് വ്യത്യാസം ഉണ്ട്. അതെ, അപ്പൊ നമുക്ക് മന്ത്ലി ആവശ്യമുള്ള സാധനങ്ങൾ ഒരു ഒറ്റയടിക്ക് പോയിട്ട് നമുക്ക് മന്ത്ലി ഇപ്പൊ ഈ പറഞ്ഞ പോലെ പേസ്റ്റ്, സോപ്പ്, ഈ ഷാംപൂ, ബോഡി വാഷ്, അങ്ങനത്തെ ഐറ്റംസ് നമുക്ക് കുറച്ചധികം വേണം. നമ്മള് 2 ഫാമിലി ആയിട്ട് പോവാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഇപ്പൊ ഒന്നിച്ച് സാധനങ്ങൾ മേടിക്കുമ്പോൾ നല്ല ഓഫർ കിട്ടും. കാരണം ഒരേ തന്നെ ചിലപ്പോൾ 2-3 പ്രാവശ്യം മേടിക്കില്ലോ. 2-3 5-6 ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഡിമാർട്ടിൽ നല്ല ഓഫറുകളുണ്ട്. അവരിങ്ങനത്തെ കുറെ ലൊക്കേഷൻ ഷോപ്സ് വെച്ച് വിൽക്കുന്ന കാര്യം കുറെ ആൾക്കാർ വന്ന് മേടിക്കാനും വേണ്ടിട്ട് അവർ ബൾക്കായിട്ട് ഹോൾസെയിൽ സൈഡിൽ എടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഓഫേഴ്സ് കിട്ടുന്നുണ്ട്. പക്ഷെ ഓഫേഴ്സ് നല്ലോണം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മെട്രോ തന്നെയാണ് ബെസ്റ്റ്. നമുക്ക് തിരക്കില്ലാണ്ട് സമാധാനത്തോടെ ഒന്ന് ഷോപ്പ് ചെയ്യണമെങ്കിൽ മെട്രോനെ ബെസ്റ്റ്. സോ നോക്കുമ്പോൾ പ്രൈസ് നോക്കുമ്പോഴും ഒരു സാറ്റിസ്ഫാക്ഷൻ നോക്കുമ്പോഴും ഐറ്റംസിന്റെ കൗണ്ട് നോക്കുമ്പോൾ വെറൈറ്റി ഐറ്റംസ് നോക്കുമ്പോഴും മെട്രോ തന്നെ ബെസ്റ്റ്. ഡിമാർട്ട് ഓബിയസ്ലി നല്ല ഓഫർ ഉണ്ട്. അതായത് കുറെ ഓഫറുകൾ ഇഷ്ടംപോലെ എഴുതി വെച്ചേക്കാം. പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകുമ്പോ അതെ, ഒരു ഡിമാർട്ടിൽ നോ കാർ പാർക്കിംഗ് പുറത്ത് ബോർഡ് വെച്ചേക്കാം. അത് ഇങ്ങനെ ശരി. എന്തെങ്കിലും ബൈക്കിലൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ, കാർ തന്നെ വേണം. ഓബിയസ്ലി ടാക്സി ഊബർ ഒക്കെ ഉണ്ട്. പക്ഷെ അത് ഇത്രയും എന്താ പറയാ, അത് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇതേപോലെ ഇങ്ങനത്തെ പ്രൊഡക്ട്സിന്റെ കമ്പാരിസൺ വീഡിയോസ്, ഇനി ഏതെങ്കിലും പ്രൊഡക്ട്സ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മളത് സെർച്ച് ചെയ്തിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. പിന്നെ അതുപോലെ ഇത് നമ്മളെ ലുലു, റിലയൻസ് അങ്ങനത്തെ ഷോപ്സിന്റെ കമ്പാരിസൺ വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ ഇത്തിരി ബെറ്റർ രീതിയിൽ പ്രസന്റ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും. സോ യാ, താങ്ക് യു. ഹാവ് എ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിംഗ് എക്സ്പീരിയൻസ്.